കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ രാത്രി ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം നമ്മുടെ യാചനയ്ക്ക് തക്ക സമിതം മറുപടി തന്ന് നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഫിഗി സിസ്റ്ററെ ഹസ്ബൻഡ് ലാലുവിന് ഇത്രത്തോളം ദൈവം ബലവും സൗഖ്യം കൊടുത്തു. തുടർന്നും ദൈവം അവരെ അധികമായി സഹായിക്കട്ടെ. സ്വർഗത്തിലെ എല്ലാ കൃപയും നൽകി, ബലം നൽകി, ആരോഗ്യം നൽകി ദൈവം അവരെ നടത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ എഹെസ്കേലിൻ്റെ പുസ്തകം 35-ാം അധ്യായമാണ് പഠിച്ചു കഴിഞ്ഞത്. അതിൻ്റെ അവസാന ഭാഗം കൊണ്ട് അവസാനിപ്പിച്ചത് ഇങ്ങനെയാകുന്നു: ഏദോം ഇസ്രായേലിനോടൊരു ഒരു വിരോധം മനസ്സിൽ കൊണ്ട് നടന്നു. കിട്ടുന്ന സമയങ്ങളൊക്കെ ഇസ്രായേലിനെ ഉപദ്രവിച്ചിരുന്നു. അങ്ങനെ ബാബിലോൺകാർ വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അവരോട് ചേർന്ന് നിന്ന് ഇസ്രായേലിനെ ഉപദ്രവിച്ചു. ദൈവം ഒരിക്കലും ഏദോമിനെ ഏൽപ്പിച്ചിട്ടില്ല ഇസ്രായേലിനെ ഉപദ്രവിക്കുവാൻ. ദൈവം ഏൽപ്പിച്ചത് ബാബിലോണിനെയാണ്. എന്നാൽ ഏദോംകാർ അത് നോക്കി ബാബിലോൺകാർ യഹൂദ ദേശത്തിനകത്ത് കയറുന്ന ടൈമിൽ ഇവരും അകത്ത് കയറി കാണുന്നവരെയൊക്കെ കൊന്നു. എങ്ങനെ രക്ഷപ്പെട്ടാൽ ഓടിപ്പോകുന്നവരെ ഇവരും പുറകെ എന്ന് പിടിച്ചു കൊന്നു. വിവിധ നിലകളിൽ ഒത്തിരി നിലയിൽ അവർ പ്രവർത്തിച്ചു. ഇത് കണ്ട യഹോവയായ ദൈവം, ഇവർ ചെയ്തത് ആരും കണ്ടിട്ടില്ല, എന്നാൽ യഹോവയായ ദൈവം അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് തക്ക സമയത്ത് അവരുടെ മേൽ ദൈവത്തിന് ന്യായവിധി അയക്കുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവരുടെ ചിന്താഗതി ഇതാകുന്നു: ഈ രാജ്യം ബാബിലോൺകാർ കൈവശമാക്കി അവരെ പുറത്താക്കി കഴിയുമ്പോൾ അത് ശൂന്യമാകും. ആ ദേശം ഞങ്ങൾക്ക് കൈവശമാക്കാം. അവിടെ അത് ഞങ്ങളുടെ ആധിപത്യത്തിൻ്റെ ബൗണ്ടറി കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ള ചിന്തയിലിരിക്കുകയാണ്. എന്നാൽ യഹോവയായ ദൈവത്തിൻ്റെ ദൃഷ്ടി ദൈവജനത്തിൻ്റെ അവകാശത്തിന് മേലുണ്ട് എന്നുള്ളതിന് ഒരു വ്യക്തമായ തെളിവാണ്. അത് ശൂന്യമായി കിടന്നപ്പോൾ ആർക്കും അതിനകത്ത് പ്രവേശിക്കുവാൻ ദൈവം ആരെയും അനുവദിച്ചില്ല. അവർ 70 വർഷം പ്രവാസത്തിന് പോയെങ്കിലും ആ സമയത്ത് ഇത് ആരും കയറാത്ത നിലയിൽ ദൈവം അതിനെ കാവൽ ചെയ്തിരുന്നു. ദൈവത്തിന് സമയമായപ്പോൾ ദൈവം അവർക്ക് കൊടുത്തു. അതിനുശേഷം റോമൻ സാമ്രാജ്യത്തിൻ്റെ അധിനിവേശത്താലും മറ്റും അവർ രാജ്യം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് നീങ്ങി നഷ്ടപ്പെട്ടു. ലോക ചരിത്രത്തിൽ അവർക്ക് സ്ഥാനമില്ലാത്തൊരളവിലേക്ക് മാറ്റപ്പെട്ടെങ്കിലും യഹോവയായ ദൈവം അവർക്ക് വിളിച്ച് അവർക്ക് വേണ്ടി അവകാശമായി വെച്ചിരുന്ന സ്ഥലം അവർക്ക് തന്നെ കൊടുത്തു. നാം മനസ്സിലാക്കിയ വസ്തുത ഇതാകുന്നു: ദൈവം അവർക്ക് അവകാശമായി കൊടുത്തത് അതിന്മേൽ മറ്റാർക്കും അവകാശപ്പെടുത്താൻ ദൈവം അനുവദിക്കത്തില്ല. അതെത്ര ശൂന്യമായി കിടന്നാലും അതിന്മേൽ ദൈവത്തിന് ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് ആവർത്തന പുസ്തകം ഇങ്ങനെ വായിക്കുന്നു: ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിൻ്റെ മേലിരിക്കുന്നു എന്ന് വചനത്തിൽ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം തരുന്ന തൻ്റെ ജനത്തിൻ്റെ അവകാശത്തിന് മേൽ ദൈവത്തിന് ദൃഷ്ടിയുണ്ടെന്നും ദൈവം അതാരെയും തൊടുവാൻ അനുവദിക്കത്തില്ലെന്നും ആർക്കും അതിന്മേൽ അവകാശമില്ല എന്നും വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ മറ്റാരും കൈവശമാക്കുവാൻ അത് അധികാരപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട
ദൈവജനത്തിൻ്റെ അവകാശം ആർക്കും കൈവശമാക്കുവാനോ ആർക്കും തട്ടിപ്പറിച്ചെടുക്കുവാനോ ആരുടെയും ചെങ്കോൽ അതുമേൽ വെക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന അവകാശം അത് നിലനിൽക്കുന്നതാണ്. അതാർക്കും കൈവശമാക്കാൻ കഴിയത്തില്ല. അതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അതിൻ്റെയൊക്കെ അവസാനം പറയും, ഇതിലെല്ലാം നടക്കുമ്പോഴും യഹോവയായ ദൈവം തന്നെയാണ് ഇസ്രായേലിലെ ദൈവമെന്ന് ദൈവം ഇതിലൂടെ എല്ലാം തെളിയിച്ച് ആ അധ്യായം അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കിനി 36-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 36-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എഗസ്കേൽ ചാപ്റ്റർ 36 വേഴ്സസ് 1-7. നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയേണ്ടത്, ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളെക്കുറിച്ച് നന്നായി പുരാതന ഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി തീരത്തക്കവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ടും നിങ്ങൾ വായാളികളുടെ അധരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കൊണ്ടും ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ. മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോട് പാഴായിരിക്കുന്ന ശൂന്യ പ്രദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചിരിക്കുന്നവർക്ക് കവർച്ചയും പരിഹാസവുമായി ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏദോമിനോടും ഞാൻ നിശ്ചയമായി എൻ്റെ തീക്ഷണതാഗ്നിയോടെ സംസാരിക്കും. അവർ എൻ്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തക്കവണ്ണം അതിനെ പൂർണ്ണ ഹൃദയ സന്തോഷത്തോടും നിന്നാഭാവത്തോടും കൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ. അതുകൊണ്ട് നീ ഇസ്രായേൽ ദൈവത്തെ കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളുടെ നിന്ദയെ വഹിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ തീക്ഷ്ണതയോടും എൻ്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ഓക്കെ, ഇസ്രായേൽ ദേശത്തിൻ്റെയും അതിലെ ജനങ്ങളുടെയും പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണിത്. ഈ ഒരു അധ്യായം മുഴുവനും അതാണ്. അത് ഭൗതികവും ആത്മീകമാകുന്ന നവീകരണത്തിലാണ് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദേശത്തെ ശുദ്ധീകരിക്കുവാനും ജനങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും അവർക്ക് ഒരു പുതിയ ഹൃദയവും ആത്മാവും നൽകാനുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ ഇത് ഈ അധ്യായത്തിൽ വാഗ്ദത്തമായി കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ കണ്ടു, ആരംഭിക്കുന്ന തന്നെ ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇസ്രായേലിലെ പർവ്വതങ്ങളെയാണ് അഭിസംബോധന ചെയ്തത്. 35-ാം അധ്യായത്തിൽ സേയീർ പർവ്വതത്തെ അഭിസംബോധന ചെയ്തു. ഈ പർവ്വതങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുമ്പോൾ ഈ അധ്യായത്തിൽ പറയുന്ന പ്രവചനങ്ങൾക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന്,
ഇസ്രായേലിന് ചുറ്റുമുള്ള ജനതകൾ, പ്രത്യേകിച്ച് ഏതോ ഇസ്രായേലിനോട് പെരുമാറിയ അതേ നിലയിൽ തന്നെ അവർ നിന്ന അനുഭവിക്കും എന്ന് ഇതിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ പറയുന്നു. അതിന് 8 മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇസ്രായേൽ പർവ്വതങ്ങളുടെ ഫലഭൂഷ്ടമായ അനുഭവങ്ങളും പ്രവാസത്തിൽ പോയ ജനം തിരിച്ചു വരുന്നതും അങ്ങനെ വീണ്ടും ആ സ്ഥലത്തേക്ക് വരുന്നു, ആ ദേശം കൈവശമാക്കുന്നു. ഇങ്ങനെ കൂടുതൽ ക്രിയാത്മകമാകുന്ന നിലയിലുള്ളതായ പ്രവചനമാണ്, അരുളപ്പാടുകളാണ് ഈ അധ്യായത്തിൻ്റെ പകുതി ഭാഗവും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഭാഗം. അതായത് പ്രവാസത്തിൽ നിന്നും വീണ്ടും മടങ്ങി വരുമെന്നും ആ സമയത്ത് ആ സ്ഥലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നും എന്നിങ്ങനെയുള്ളതായ ഫലപുഷ്ടമാകുന്ന ഒരനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം ഇസ്രായേലിലെ ഭൂതകാലത്തെക്കുറിച്ച് ഒരു ആമുഖമാകുന്ന ഒരു ഫ്ലാഷ് ബാക്ക്, അതാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അത് വിശുദ്ധ നാമത്തോടുള്ള ഉത്കണ്ഠയായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നമുക്കിനി ഓരോ വാക്യങ്ങളിലേക്ക് നീങ്ങാം. 1 മുതൽ 7 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ ആദ്യ വാക്യങ്ങളിൽ തന്നെ അവിടെ തൊട്ട് യഹോവയായ കർത്താവ് എന്നിങ്ങനെ താഴോട്ടിങ്ങനെ ആവർത്തിച്ചത് പറയുന്നുണ്ട്. യഹോവയായ കർത്താവ് എന്ന് പറയുന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥം പരമാധികാരിയാകുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന പ്രയോഗമാണ് 1 മുതൽ 7 വാക്യങ്ങളിൽ ഏകദേശം അതിനോട് സാമ്യം വരത്തക്ക നില ഏകദേശം 6 പ്രാവശ്യം ആ പദം ആവർത്തിച്ച് പറയുന്നുണ്ട്. പരമാധികാരിയായ യഹോവ എന്ന പദപ്രയോഗം. ഇനി പരമാധികാരിയായ യഹോവയുടെ വചനം കേൾക്കുക എന്ന പദപ്രയോഗം ഒരു ഭാഗത്ത് മാത്രം ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ പ്രയോഗം പരമാധികാരിയായ യഹോവയെ പ്രഖ്യാപിക്കുന്നു. അത് മാറി മാറി ഉപയോഗിക്കാൻ ഏകദേശം 8 പ്രാവശ്യം അത് മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഹോവയായ ദൈവത്തിൻ്റെ പരമാധികാരത്തെ വളരെ വ്യക്തമായി ഈ ഭാഗങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പരമാധികാരമുണ്ട്. അതാണ് യഹോവയായ ദൈവം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ യഹോവയായ ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരത്തെ കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അധികാരത്തിന് പരിമിതികളില്ല. ആർക്കും ദൈവത്തിൻ്റെ അധികാരത്തെ പരിമിതപ്പെടുത്തുവാനും കഴിയത്തില്ല. നമ്മൾ ഏത് രാജ്യത്തെയും ഭരണാധികാരികൾക്ക് അവർക്ക് അധികാരമുണ്ട്, പക്ഷെ പരമാധികാരമില്ല. അവരുടെ അധികാരം ആ ടെറിട്ടറിക്കകത്താണ്. അവരുടെ അധികാരത്തെ വേണ്ടി വന്നാൽ അവിടുത്തെ സുപ്രീം കോർട്ട് മുഖേന അധികാരത്തെ പരിമിതപ്പെടുത്തുവാൻ കഴിയും. യഹോവയായ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ആർക്കും പരിമിതപ്പെടുത്തുവാൻ കഴിയത്തില്ല. അത് ഒരു ടെറിട്ടറിക്കകത്തല്ല, അത് ആകാശത്തും ഭൂമിയിലും സർവ്വയിടത്തും ഒരുപോലെ ആ പരമാധികാരത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രി നാം ഓർത്തിരിക്കേണ്ട വസ്തുത,
നാം വായിക്കുന്ന ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ദൈവം, നാം പ്രാർത്ഥിക്കുന്ന യഹോവയായ ദൈവം, സകലത്തിൻ്റെ പേരും പരമാധികാരമുള്ള ദൈവമാണെന്ന് ഒരിക്കൽ കൂടെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ആയാലും തുടർന്ന് യൂട്യൂബിലായാലും ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ഓർത്തുകൊള്ളണം, നാം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് പരമാധികാരമുണ്ട്. ഇടപെടുവാൻ കഴിയാത്ത ഒരു മേഖലയും എൻ്റെ ദൈവത്തിനില്ല. മനുഷ്യന് ചെല്ലാൻ കഴിയാത്ത മേഖലകളിൽ പോലും, ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിന് ചെല്ലുവാൻ കഴിയാത്ത മേഖലകളിൽ പോലും ദൈവത്തിൻ്റെ അധികാരത്തിനും ദൈവത്തിൻ്റെ ശക്തിക്കും കടന്നു ചെല്ലാൻ കഴിയുമെന്നും അതിന്മേൽ തൻ്റെ ശക്തിയാലും പരമാധികാരത്താലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഈ ഭാഗത്തു നിന്നും നാം മനസ്സിലാക്കാൻ കഴിയും. ഏദോം ചിന്തിച്ചിരുന്നത് ഇസ്രായേൽ ഒരിക്കലും മടങ്ങി വരികയില്ല, ആ രാജ്യം തങ്ങൾക്ക് കൈവശമാക്കാമെന്നൊക്കെ ചിന്തിച്ചിരുന്നു. എന്നാൽ പരമാധികാരമുള്ള ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ കിടന്നതുകൊണ്ട് അതിനെ ആർക്കും കൈവശമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ 36-ാം അധ്യായത്തിൽ ഇസ്രായേൽ പർവ്വതങ്ങളെന്ന് ആവർത്തിച്ച് പറയുന്നു. ഇത് യഹൂദ രാജ്യത്തെയും യഹൂദ ജനത്തെയും പ്രതിനിധീകരിച്ചാണ് യഹൂദയിലെ ഇസ്രായേൽ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണല്ലോ 35-ാം അധ്യായത്തിൽ 1-2 വാക്യം സെയീർ പർവ്വതത്തോട് പ്രവചിച്ചതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവിടെ ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിക്കുന്നു. പ്രവാചകൻ പ്രവചിക്കുന്ന ആളുകളോടെയാണ്. ആ ജനത്തോട് പ്രവചിക്കുന്നെങ്കിൽ തന്നെയും ആ പ്രവചനത്തിൻ്റെ അകത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ദേശത്തോടാണ്. ഈ ഭാഗങ്ങളിൽ രാജ്യത്തെക്കുറിച്ചും ജനങ്ങളെയും ഒക്കെ പ്രതിദാനം ചെയ്യുന്ന നിലയിലാണ് പർവ്വതങ്ങളുടെ പേരുകൾ എടുത്തെടുത്ത് പറയുന്നത്. നമുക്കിനിയും അതിന് 3-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് നീ പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജാതികളിൽ ശേഷിച്ചിരിക്കുന്നവർക്ക് കൈവശമായി തീരത്തക്കവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ടും നിങ്ങൾ വായാടിയുടെ അധരങ്ങളിൽ അകപ്പെട്ട ലോകക്കാരുടെ അപവാദ വിഷയമായി തീർന്നിരിക്ക കൊണ്ടും. അവിടെ ഭാഗം നിർത്താം. ഇനി താഴോട്ട് പറയുന്നിടത്തെല്ലാം എടുത്തെടുത്ത് പറയുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. നിങ്ങൾ ജാതികളിൽ ശേഷിച്ചിരിക്കുന്നവർക്ക് കൈവശമായി തീരത്തക്കവണ്ണം എന്ന് പറയുന്നുണ്ട്. അതുകൂടെ എടുത്തു പറയും, അതുകൊണ്ട് യഹോവയായ ദൈവമെന്നും എടുത്തു പറയുന്നുണ്ട്. ഏദോമ്യർ ഇസ്രായേലിനെ വളരെയധികം വെറുത്തിരുന്നു, അവിടെ ശത്രുക്കളായിരുന്നു. ഇനി മറ്റൊരു കാര്യം ഇവിടെ ഓർത്തിരിക്കുന്നത്, അവരിൽ നിങ്ങൾ ജാതികളിൽ ശേഷിച്ചിരിക്കുന്നവർക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ഏദോമ്യര് മാത്രമല്ല, ഏദോമ്യരെ പോലെ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന ജാതികളുണ്ട്. ജാതികളാകുന്ന അമ്മോന്യർ, മോബാബ്യർ, ഫെലിസ്ത്യർ എന്നിങ്ങനെയുള്ള ജാതികൾ ഇസ്രായേലിന് ചുറ്റുമുണ്ട്. ഇത് ശൂന്യമായപ്പോൾ തൊട്ട് ഏദോമ്യർ ചിന്തിച്ചിരിക്കുന്നു ഇത് കൈവശമാക്കണം, അമ്മോന്യർ ചിന്തിക്കുന്നു ഇത് കൈവശമാക്കണം, ഫെലിസ്ത്യരും ചിന്തിക്കുന്നത് കൈവശമാക്കണം. എന്നാൽ ഇവിടെ എടുത്തു പറയുന്ന പേര് ഏദോമിൻ്റെ പേരാണ്. കാരണം അവൻ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ജനത്തെ ഉപദ്രവിച്ചു. അതുകൊണ്ടാണ് ആ പേര് എടുത്തു പറയാനുള്ള കാരണം. ഇനി ബാബിലോൺകാരും അസീറിയക്കാരും ഈ രണ്ട് വിദേശികൾ
രാജ്യം പിടിച്ചെടുത്തു. നോർത്തേൺ കിങ്ഡം അസീറിയക്കാർ പിടിച്ചെടുത്തു. സദേൺ കിങ്ഡം വന്നിട്ട് ബാബിലോൺകാർ പിടിച്ചെടുത്തു. ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ അധികാരത്തിന് കീഴിലാണ്. അതുകൊണ്ട് അവർ ചിന്തിച്ചിരിക്കുന്നത് തങ്ങൾ സ്വന്തമാക്കിയതാണെന്ന് അവർ ചിന്തിക്കുന്നത്. കാരണം ഞങ്ങൾ ബാബിലോൺകാരെ സഹായിച്ചല്ലോ, അവർ യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾ അവരെ സഹായിച്ചു, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഞങ്ങൾ കൈവശമാക്കിയതുപോലെയുള്ളൊരു ചിന്താഗതിയാണ് ഏദോമിന്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ളത്. അപ്പൊ ഞങ്ങൾ സ്വന്തമാക്കിയതാണെന്ന് പറയുന്നു. അവർ പറയും ഞങ്ങൾ ഇസ്രായേലിനെ പുറത്താക്കി. അതാണ് അവിടെ വായിക്കുന്നത്. ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ടും ഇത് വായിക്കുന്നത് ഞങ്ങൾ അവരെ പുറത്താക്കി. ചുറ്റുമുള്ള ജനതകൾ ഇസ്രായേൽ എന്ന പറയുന്ന രാജ്യത്തുള്ളവരെ പുറത്താക്കി അവരെ ദുഷിച്ചു പറഞ്ഞു എന്നാണ് അവിടെ വായിക്കുന്നത്. അവർ ചുറ്റും പാർക്കുന്ന ജാതികളാകുന്ന ഏദോമ്യരും ഫെലിസ്ത്യരും അമോന്യരും മോബാബിയരും ഒക്കെ ഈ കൂട്ടത്തിനകത്ത് ഉണ്ട്. ഇനി 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എടുത്തു പറയുന്നു. 4-ാം വാക്യം വായിച്ചു. ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ. മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പാഴായിരിക്കുന്ന ശൂന്യ പ്രദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചിരിക്കുന്നവർക്ക് കവർച്ചയും പരിഹാസവുമായി ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നോക്കണം, ആ വാക്യം അവസാനിപ്പിക്കുമ്പോഴും പറയുന്നത് ജാതികളിൽ ശേഷിച്ചിരിക്കുന്നവരോടും എല്ലാ ഏദോമിനോടും എന്ന് 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചിരിക്കുന്നവർക്ക് കവർച്ചയായി തീർന്നവർ എന്ന്. അങ്ങനെയെങ്കിൽ ചുറ്റുമുള്ള ഈ ജാതികൾ അത് കവർച്ചയാക്കി തീർത്തു. ഇവിടെ യഹോവയായ ദൈവം മുൻപ് വാക്യത്തിൽ ഇസ്രായേൽ പർവ്വതങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ സ്പെസിഫിക് ആയിട്ട് എടുത്തെടുത്ത് പറയുന്നു. പർവ്വതങ്ങളോടും കുന്നുകളോടും നദികളോടും താഴ്വരകളോടും എന്നിങ്ങനെ അക്കമിട്ട് എടുത്തു പറയുന്നു യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട്. എന്ന് പറഞ്ഞാൽ ഇത് ഇസ്രായേൽ ദേശത്തിനാണ് ഇവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു സ്ഥലവും ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലില്ലാതില്ല. എല്ലാ കോണും ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ്. അതുകൊണ്ട് എല്ലാ മുക്കിനും മൂലയിലുമുള്ള പ്രാധാന്യത ഉള്ളതും പ്രാധാന്യത ഇല്ലാത്തതുമായ സകലവിധമാകുന്ന ആ പ്രകൃതിയോടെ, ആ ദേശത്തോടെ, ആ മണ്ണിനോടെ, ആ കുന്നിനോടെ, പർവ്വതങ്ങളോടെ, താഴ്ന്ന പ്രദേശത്തോടൊക്കെ ചേർന്നൊരു ദൂത് കൊടുക്കുകയാണ്. ഇതതിന് ഊന്നൽ കൊടുത്ത് പറയുന്നത്. തീർച്ചയായും ജനങ്ങളുമായി ഒരു ബന്ധവും സ്വാധീനവും ഒക്കെ ഇതിനുണ്ട്. കാരണം ജനങ്ങളാണ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഇസ്രായേൽ ദേശത്തുള്ള ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന താല്പര്യം ഇവിടെ എടുത്തു പറയുകയാണ്. ദൈവത്തിന് ആ ദേശങ്ങളോടൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് ചെറുതും വലുതുമാകുന്ന സകലവിധമാകുന്ന ആ ദേശത്തുള്ള സകലത്തിനും പേരും ദൈവത്തിനൊരു പ്രത്യേകമാകുന്ന ഒരു താല്പര്യമുള്ളതായിട്ടാണ് ഇവിടെ ഊന്നിപ്പറയുന്നത്. ഇനി അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏദോമിനോടും ഞാൻ നിശ്ചയമായി എന്റെ തീക്ഷ്ണതാഗ്നിയോട് സംസാരിക്കും.
അവൻ എന്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തക്കവണ്ണം അതിനെ പൂർണ്ണ ഹൃദയ സന്തോഷത്തോടും നിന്നാഭാവത്തോടും കൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ. ഈ 6-ാമത്തെ വാക്കിന്റെ അവസാന ഭാഗം വായിച്ചേ. നിങ്ങൾ ജാതികളുടെ നിന്നെ വഹിച്ചത് കൊണ്ട് ഞാൻ എന്റെ തീക്ഷ്ണതയോടും എന്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു. നോക്കണം, 5-ാം വാക്യത്തിന്റെ അവസാനവും 6-ാം വാക്യത്തിന്റെ അവസാനവും എന്റെ തീക്ഷ്ണാഗ്നിയോട് ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം ഈ ദേശത്തെ സ്നേഹിക്കുന്നു. അത് അവൻ ഇസ്രായേലിന് കൊടുത്തു. ആ ദേശം എന്നേക്കും അവരുടേതായിരിക്കും. അതുകൊണ്ട് ദൈവം ജാതികളോട് വളരെ കോപിച്ചു. ആ ദേശം തങ്ങളുടേതാണെന്ന് പറഞ്ഞു നടക്കുന്ന ഏതോമരോട് ദൈവം കോപിച്ചു. ഇത് ദൈവം അവർക്ക് വേണ്ടി കൊടുത്തതാണ്. ഇതിന് മേൽ ഒരു ഏദോമ്യർക്കും ഒരു അമ്മോന്യർക്കും മോബാവർക്കും ഫെലിസ്തർക്കും യാതൊരു അവകാശവും ഇതിൻ്റെ അകത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കോപം ജനത്തിൻ്റെ മേൽ വരാൻ കാരണം. ദൈവത്തിൻ്റെ കോപം ജനത്തിന് മേൽ വരാനുള്ള കാരണം അവിടെ വായിക്കുന്നത് തീക്ഷ്ണാഗ്നിയോട് കൂടെ സംസാരിച്ചു. താഴെ പറയുന്നുണ്ട്, തീക്ഷ്ണതയോട് എൻ്റെ ക്രോധത്തോടു കൂടെ സംസാരിക്കുന്നു. കാരണം ഈ സ്ഥലത്തിന് മേൽ ചിലരായി ഞാൻ കൊടുത്ത അവകാശത്തിന് മേൽ അവർ ദൃഷ്ടി വെച്ചു, അത് കൈവശമാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ ഏദോമിനോട് നിശ്ചയമായി എൻ്റെ തീക്ഷ്ണാഗ്നിയോടുകൂടെ സംസാരിക്കും. അവർ എൻ്റെ ദേശത്തെ കവർച്ചയായി തള്ളിക്കളവാൻ തക്കവണ്ണം അവർ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഞാൻ അവരോട് തീക്ഷ്ണാഗ്നിയോട് പ്രവർത്തിക്കും, സംസാരിക്കും. ആ ദേശം തങ്ങളുടേതാക്കുവാൻ ശ്രമിച്ച ഏദോമ്യരോട് ദൈവം കോപിച്ചു. കാരണം ദൈവജനത്തിൻ്റെ അവകാശമാണിത്. 6-ാം വാക്യത്തിൽ അതിനാ കാണുന്നത്. ഈ വാക്യത്തിലും ദൈവം ഇസ്രായേൽ ദേശത്തെ ലക്ഷ്യം വച്ചുള്ള തൻ്റെ ഒരു വചനമാണിത്. ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രവചന ഭാഗമാണിത്. ഈ പ്രവചന ഭാഗം കേൾക്കുമ്പോൾ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാകാം. കാരണം ദൈവം എന്ന ഈ സർവ്വഭൂമി കർത്താവിൻ്റെതായിരിക്കുമ്പോൾ, സർവ്വജനങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കുമ്പോൾ, ദൈവം എന്ന ഇസ്രായേലിനോട് മാത്രവും ഇസ്രായേൽ ദേശങ്ങളോട് മാത്രം ഇത്ര സ്നേഹം കാണിക്കാൻ കാരണം എന്താണ്? അതുകൊണ്ട് ഇവർക്ക് ഒരുപക്ഷെ ഈ തരത്തിലുള്ളതായ ദൈവത്തിൻ്റെ കരുതൽ ഇഷ്ടപ്പെടത്തില്ല. അത് ലോകത്തുള്ളതായ ഒരു കാര്യമാണത്. അങ്ങനെ അസൂയപ്പെട്ടിട്ടും അതിനോട് വിദ്വേഷഭാവം കാണിച്ചിട്ടൊരു കാര്യവുമില്ല. കാരണം ഇത് ദൈവം അവരുടെ പിതാക്കന്മാർക്ക് ദൈവം ശാശ്വത അവകാശമായി കൊടുത്തതാണ്. ഇതവിടെ അവകാശത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ 70 വർഷം കഴിഞ്ഞിട്ടും ദൈവം തിരിച്ചു മടക്കിക്കൊണ്ട് വന്ന് ആ രാജ്യം വീണ്ടും അവർക്ക് കൈവശമാക്കി കൊടുത്തു. വീണ്ടും അവർ റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ വന്നപ്പോൾ അവർ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയിട്ടും വർഷങ്ങൾ പലത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞാലും അവരെ വീണ്ടും മടക്കി അവിടേക്ക് കൊണ്ടുവന്ന ആ സ്ഥലം തന്നെ ദൈവം അവർക്ക് കൊടുത്തു. ശ്രദ്ധിക്കേണ്ട ഒരു പദപ്രയോഗമുണ്ട്, ഒരു കാര്യമുണ്ട്. ദൈവം ആ സ്ഥലത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടറായിട്ടൊരു സ്ഥലമല്ല കൊടുത്തത്. 1948 എന്നാൽ അത് അവിടെ മറ്റവർക്ക് കൈവശമാക്കിയല്ലോ, ഇനി ഒന്നും വേണ്ട, അതുകൊണ്ട് വേറൊരു സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഒരു ഭാഗമോ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൻ്റെ ഒരു ഭാഗമോ ആഫ്രിക്കയുടെ ഒരു ഭാഗമോ ഒന്നും അല്ല ദൈവം ഇസ്രായേലിന് കൊടുപ്പിച്ചത്. നമ്മൾ ശ്രദ്ധിക്കണം അക്കാര്യം.
AD 70 രാജ്യം നഷ്ടപ്പെട്ടിട്ട് അവർ ലോകത്തിന്റെ പല ഭാഗങ്ങൾക്ക് ചിതറിപ്പോയി. എന്നെ ഈ ഭാഗം ഒത്തിരി ചിന്തിപ്പിച്ചു. നീണ്ട വർഷങ്ങൾ കഴിഞ്ഞുപോയി. ചുറ്റുമുള്ള ജാതികൾ ഇതെല്ലാം കൈവശമാക്കി തങ്ങളുടേതാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ, അന്നുണ്ടായിരുന്ന ജനത്തിന് വേണമെങ്കിൽ ഇവരെ സെറ്റിൽ ചെയ്യിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ കൊണ്ടുപോയി കുറെ സ്ഥലം കൊടുത്ത് ഇവരെ സെറ്റിൽ ചെയ്യിക്കാമായിരുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി തൻ്റെ ജനത്തിൻ്റെ അവകാശത്തെ മേലിരുന്നത് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ചാലും അത് നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവം അത് തന്നെ അവർക്ക് തിരികെ കൊടുത്തു. നമ്മൾ നന്നായി ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നാം ഈ കാര്യം നന്നായി ഗ്രഹിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അത് കാലഹരണപ്പെട്ടു പോയാലും വർഷങ്ങൾ പലതു പോയാലും നാമാവിശേഷമായാലും ശരി, ദൈവത്തിൻ്റെ അവകാശം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശത്തിന്മേൽ ആര് ദൃഷ്ടി വെച്ചാലും ദൈവത്തിന് ദൃഷ്ടി അതിന്മേലുണ്ട്. അത് തൻ്റെ ജനത്തിന് തന്നെ ദൈവം അത് കൊടുക്കും എന്ന് നമുക്ക് ഈ ഭാഗത്തുനിന്നും വ്യക്തമായി പറയാൻ കഴിയുന്നുണ്ട്. ലോകത്തിലെ ജനതകളുടെ അപമാനം സഹിച്ചു എന്നവിടെ വായിക്കുന്നു. അങ്ങനെയല്ലേ? അത് 6-ാമത്തെ വാക്യത്തിൽ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയല്ലേ? നിങ്ങൾ ജാതികളുടെ നിന്ദയെ വഹിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ തീഷ്ണതയോടും എൻ്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു. നിങ്ങൾ 7-ാമത്തെ വാക്യം ഇങ്ങനെ വാക്യം, ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ലോകത്തിലെ ജനതകളുടെ അപമാനം അവർ സഹിച്ചു. നോക്കണം, ഒരു ജാതി സഹിച്ച അപമാനം ദൈവത്തിന് സ്വന്തം ജനമെന്ന് പറയപ്പെടുന്ന, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് ദൈവം തന്നെ അവകാശമാക്കി കൊടുത്ത സ്ഥലം, ആ ജനം നിന്ന കൊണ്ടും അപമാനം കൊണ്ടും ജാതികളിൽ അപമാനിക്കപ്പെട്ടു. നമ്മൾ എസ്രായുടെ പുസ്തകവും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ നെഹമ്യാവിന്റെ പുസ്തകം ഒക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ആ പദപ്രയോഗം അവിടെ ആവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ നിന്ദിക്കപ്പെട്ടു, ഞങ്ങൾ അപമാനിക്കപ്പെട്ടു. സ്വന്തം രാജ്യത്ത് താമസിച്ചിരുന്ന വീട്ടിൽ കയറി പിടിച്ചിറക്കി കൊന്നിട്ട് അവിടുന്ന് കുറച്ചു പേരെ പ്രവാസത്തിൽ കൊണ്ടുപോയിട്ട് അത് കൈവശമാക്കി വെച്ചിരിക്കുമ്പോൾ ഇനി ഒരിക്കലും അത് തിരികെ കിട്ടത്തില്ല എന്ന് ലോകം വിധി എഴുതിയപ്പോൾ, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്ന ബാബിലോണിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ ലോകത്തിൽ ഒരു അധികാരത്തിന് ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ, അവരെ എതിർക്കുവാൻ കഴിയുന്ന ഈജിപ്ഷ്യൻ സാമ്രാജ്യമാണ്, അവർക്ക് പോലും നേരെ നിൽക്കാൻ കഴിവില്ലാതെ നിൽക്കുമ്പോൾ ദൈവം അതിൻ്റെ അകത്തു നിന്നും ഒരു കോരശിനെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നിട്ട് അവർ നഷ്ടപ്പെട്ട അവകാശത്തിലേക്ക് ദൈവം അവരെ വീണ്ടും മടക്കിക്കൊണ്ടുവന്നു. ഇതാണ് ദൈവത്തിൻ്റെ പരമാധികാരം എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. ആ ചരിത്രം ഈച്ച് ആൻഡ് എവരി ഡേറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, അതിൻ്റെ ഓരോ സംഭവങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ പരമാധികാരമുള്ള ദൈവത്തിൻ്റെ കരം അതുമേ സ്പർശിക്കുന്നതായി നടത്തുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ബാബിലോൺ സാമ്രാജ്യത്തിനൊരു തകർച്ച വരുത്തി ഒരു മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തെ, 2 രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് നിർത്തി അതിൻ്റെ അകത്തു നിന്നും ഒരുത്തനെ ദൈവം അഭിഷേകം ചെയ്തിറക്കി തൻ്റെ ജനത്തിൻ്റെ അവകാശം തിരികെ പ്രാപിപ്പാൻ വേണ്ടി. ഇന്ന് രാത്രി ദൈവജനം ഓർക്കേണ്ട ഒരു വസ്തുത ഇതാണ്: ദൈവത്തിൻ്റെ പരമാധികാരം, ദൈവം തന്നിരിക്കുന്ന അവകാശം, അതെന്നും ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ്
അത് ആർക്കും എടുക്കുവാൻ കഴിയത്തില്ല. ഇവർ നാളുകളെ അപമാനത്തിൽ കഴിയുകയാണ്. അവിടെ വായിക്കുന്നു, നിങ്ങൾ ജാതികളുടെ അപമാനം നിങ്ങൾ സഹിച്ചു. നിങ്ങൾ ഭയാനമാകുന്ന ആക്രമണത്തിനും കീഴടക്കലിനും വെറുപ്പിനും നിങ്ങൾ വിധേയരായി തീർന്നു. നിങ്ങൾ ലോകത്തിൽ ഒന്നുമില്ലാത്തവരായി തീർന്നു. നമ്മൾ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ കാണുന്നുണ്ട്, തൻ്റെ ജനത്തെ അവർ പുറത്താക്കി. ബാബിലോൺകാർ യെരൂശലേം നശിപ്പിച്ചപ്പോൾ ഏദോമിൽ സന്തോഷിച്ചു. ഏദോം ഇസ്രായേലിനെ വെറുത്തതിനാൽ ദൈവം കോപിച്ചു. ഏദോമിനെയും മറ്റ് ജനതകളുടെ മേലും ദൈവം ശിക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. അവിടെ വായിക്കുന്ന, ഞാൻ ഇസ്രായേലിനോട് ഏദോം എങ്ങനെ പെരുമാറിയോ അതുപോലെ തന്നെ ഞാൻ അവരോടും പെരുമാറുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് വെറുതെ പറഞ്ഞു നിർത്തുന്ന, കൈ ഉയർത്തി സത്യം ചെയ്തു എന്നാണ് വായിക്കുന്നത്. നോക്കണം, ഒന്ന് ദൈവത്തിൻ്റെ പരമാധികാരം, 2 ദൈവജനത്തിൻ്റെ അവകാശത്തെ ആർക്കും തൊടുവാൻ കഴിയത്തില്ല, 3 ദൈവജനത്തിന് വേണ്ടി ദൈവം കൈ ഉയർത്തി സത്യം ചെയ്യുന്നത്. നമ്മൾ ദൈവത്തെ ആധികാരികമായി നന്നായി മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയത്തിലെ കണ്ണൊന്ന് പ്രകാശിപ്പിക്കേ, നമുക്ക് ആ ദൈവത്തെ കാണേണ്ടതുപോലൊന്ന് കാണുവാൻ ഈ രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അടുത്ത ഭാഗത്ത് പോകുവാൻ 8 മുതൽ 12 വരെ വാക്യങ്ങളാണ്. ആ ഭാഗങ്ങളിൽ ഇസ്രായേൽ ജനം മടങ്ങി വരുന്നതിന് മുൻപായി ദൈവം ആ രാജ്യത്തെ ഒരുക്കിയെടുക്കുന്ന വിധങ്ങളെക്കുറിച്ചാണ് 8 മുതൽ 12 വാക്യങ്ങൾ പറയുന്നത്. ആ ഭാഗം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. നോക്കണം, ഇവിടെ ഇസ്രായേൽ എന്ന രാജ്യം മരുഭൂമി പോലെ ശൂന്യമായിരിക്കുന്നു. എന്നാൽ എൻ്റെ ജനം ആ ദേശത്തേക്ക് വരുവാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് ഇസ്രായേലിലെ ശത്രുക്കളെ നേരിടുമെന്ന വാഗ്ദാനം ദൈവം ചെയ്ത ശേഷം ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് പറയുന്നു, അതിന് വരാൻ പോകുന്ന മാറ്റം അത് അതുല്യമാണ്. അതിന് വരാൻ പോകുന്ന മാറ്റങ്ങൾ മറ്റൊന്നിനോട് തുല്യപ്പെടുത്തുവാൻ കഴിയത്തില്ല. അത് ശക്തമായ നിലയിൽ അനുഗ്രഹിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. ഇനി ജനങ്ങൾ മടങ്ങി വരുമ്പോൾ അവിടെ വായിക്കുന്ന, ഭൂമി നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. നോക്കണം, പാഴും ശൂന്യമാക്കി വിട്ടിട്ട് പോയ രാജ്യത്തിന് മേൽ ദൈവജനം വരുന്നതിന് മുൻപ് തന്നെ ദൈവം അതിനെ ഫലപുഷ്ടി ഉള്ളതാക്കുന്ന ഒരു നിലയിലേക്ക് ആ ഭൂമിയെ കൺവേർട്ട് ചെയ്യുന്നു, മാറ്റം വരുത്തുന്നു. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൈവം ഞാൻ കടന്നു പോകുന്നതിന് മുമ്പായി അങ്ങ് തന്നെ പോയി സകല ദുർഘടന നിരപ്പാക്കണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ടാണോ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയത്തില്ല. അതോ നമ്മൾ പറഞ്ഞു വിടുന്ന ഒരു ശൈലിയിൽ അങ്ങ് പ്രാർത്ഥിക്കുകയാണോ? ചിലർ പ്രാർത്ഥിക്കുന്ന ദൂതന്മാരെ വിട്ട് ദുർഘടന നിരപ്പാക്കണം. എന്തായാലും നല്ലൊരു പ്രാർത്ഥനാ വാചകം അത്. പക്ഷെ നമ്മളത് എത്ര പേര് അർത്ഥം ഉൾക്കൊണ്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ നോക്കണം, ഇസ്രായേൽ ജനം വരുവാൻ വേണ്ടി ദൈവ ക്രമീകരണങ്ങൾ ചെയ്തപ്പോൾ തന്നെ അവർ വന്ന് പാർക്കാൻ പോകുന്ന സ്ഥലത്തിനൊരു മാറ്റം വരുത്താൻ വേണ്ടി പോവുകയാണ്. അത് 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മടങ്ങി വരുമ്പോൾ ഭൂമി അവർക്ക് ഭക്ഷണം നൽകണം, അവരതിനകത്ത് കൃഷി ചെയ്യും, അവരത് വൃക്ഷങ്ങൾ നടും, നിങ്ങൾ അതർക്ക് നല്ല ഫലം കൊടുക്കണം. കാരണം 70 വർഷം ഈ ഭൂമിയുടെ അനുഭവങ്ങൾ അനുഭവിക്കാൻ നിവൃത്തിയില്ലാത്തവരായി
ഇതിന് നന്മ അനുഭവിക്കാൻ നിവൃത്തിയില്ലാത്തവരായി പ്രവാസത്തിലേക്കും നിന്ദയിലേക്കും അപമാനത്തിലേക്കും പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അതിൻ്റെ എല്ലാം കേട് തീരത്തക്ക നിലയിൽ പ്രവാസത്തിന് മുൻപുള്ളതിനേക്കാൾ വളരെ മികച്ചേറിയ മെച്ചമേറിയ നിലയിലുള്ളതായ ഒരനുഭവം അവർക്ക് ലഭിക്കണമെന്ന് ദൈവം വാഗ്ദത്തമായി കൊടുക്കുകയാണ്. ഇസ്രായേലിൽ പോയിട്ടുള്ളവർ പറയുന്നത് ഇങ്ങനെയാണ്, അത് കൃഷിക്ക് പറ്റിയ ഇടങ്ങളൊന്നുമല്ല. എന്നാൽ ദൈവം അത് വെറും കല്ലുകൾ കൊണ്ടും പാറ കഷങ്ങൾ കൊണ്ടും മലകൾ കൊണ്ടൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ നമ്മൾ പടങ്ങളിലും മറ്റും കാണുമ്പോൾ അങ്ങനെയാണ്. അതിനെ ദൈവത്തിൻ്റെ ആ ഒരു വലിയ ബ്ലെസ്സിങ് ആണത്. ആ ജനം മടങ്ങി വരുമ്പോഴേക്കും നിങ്ങൾ അതിന് അനുഭവം കൊടുക്കത്തക്ക നിലയിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്തു. ഇന്ന് ആ കൊച്ചു രാജ്യം കൃഷി വികസനത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന, അനേക പുതിയ ടെക്നോളജി കൃഷിയോടുള്ള ബന്ധത്തിൽ ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട രാജ്യമായി അത് മാറ്റപ്പെട്ടു. കൊച്ചു രാജ്യം ടെക്നോളജിക്കലായിട്ടും സയൻസ് പരമായിട്ടും മാത്രമല്ല, കൃഷിപരമായും ഏറ്റവും അധികം ടെക്നോളജിയിൽ മുൻപോട്ട് വന്ന രാജ്യം. അവർക്കിഷ്ടം പോലെ ഭക്ഷിക്കാനുള്ള ഭക്ഷണത്തിലുള്ള ആഹാരം ആ മണ്ണിൽ തന്നെ അവരുണ്ടാക്കി കഴിക്കുന്നു, മറ്റ് രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യുന്നു. ഇന്ന് രാത്രി വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവം അവർ വരുന്നതിന് മുൻപേ ആ രാജ്യത്തെ ദൈവം ഒരുക്കുന്നു, ആ മണ്ണിനെ ദൈവം ഒരുക്കുന്നു, പർവ്വതങ്ങളെ ദൈവം ഒരുക്കുന്നു, അവിടെയുള്ള താഴ്വരകളെ ദൈവം ഒരുക്കുന്നു. ഇന്ന് രാത്രിയിൽ ഓർത്തിരിക്കേണ്ട വസ്തു ഒന്ന്, ദൈവത്തിൻ്റെ പരമാധികാരത്തിന് മുൻപിൽ ചലിക്കാത്തതൊന്നുമില്ല. മറ്റൊന്ന്, നമ്മുടെ അവകാശം ആ പരമാധികാരമുള്ള ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ്. അതിന്മേൽ ദൈവത്തിന് ദൃഷ്ടിയുണ്ട്. അത് ആർക്കും തട്ടിപ്പറിച്ചെടുക്കുവാൻ കൈവശമാക്കാൻ കഴിയത്തില്ല. പുതിയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്ത ഒരു നല്ല അവകാശത്തിനായി നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നതാണ്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്തതുമായ ഒരു വലിയ അവകാശത്തിനായി നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചങ്കൊരിക്കുകയില്ല. മറ്റൊന്ന്, നമ്മൾ എവിടെയാണ് ദൈവം നമ്മെ അയക്കുന്നത്? ദൈവം നമുക്ക് മുൻപേ പോയിട്ട് അതിനെ നമുക്ക് യോഗ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്നവൻ. മറ്റൊന്ന്, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ എന്നും അപമാനത്തിലും നിന്ദയിലും ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതൊരു മാറ്റമുണ്ട്. എന്നും തൻ്റെ ജനം അപമാനത്തിലും, എന്നും തൻ്റെ ജനം ലജ്ജയിലും, എന്നും തൻ്റെ ജനം നിരാശയിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനൊരു മാറ്റമുണ്ട്. അതിനൊരു മാറ്റമുണ്ട്. എന്നെ ഈ സൂം ഫ്ലാറ്റ് വഴി യൂട്യൂബ് വഴി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട പറയട്ടെ, നീ ലജ്ജ കൊണ്ടും നിന്ദ കൊണ്ടും അപമാനം കൊണ്ടും ഇത് യായിരിക്കുന്നെങ്കിൽ എന്നും ഇത് തുടരത്തില്ല. ഇതിനൊരു മാറ്റമുണ്ട്. പരമാധികാരമുള്ളവൻ്റെ കരം നീട്ടി ഇതിനൊരു പരിഹാരം തരും. ഈ രാത്രിയിൽ ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് യാത്ര ചെയ്യുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.